ഹായ് ഹലോ. ഞാനിന്ന് നമ്മുടെ മന്ത്രി വീണ ജോർജ് അവരിനെ പറ്റിയിട്ടൊന്ന് രണ്ട് വാക്ക് പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, കുറേ പഞ്ഞിക്കെട്ട് വയറ്റിൽ വെച്ച് തെച്ചു, രണ്ട് കത്രിക വയറ്റിൽ വെച്ച് തുന്നി 4 വർഷം അവർ കത്രിക വയറ്റിൽ വെച്ചിട്ട് നടന്നു. ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നായിട്ട്, അതായത് ഒരാഴ്ച മുപ്പാട് മുട്ടുകാലിന് വേദന പറഞ്ഞിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് മുട്ടുംകാല് ഓപ്പറേഷത്തിന് വന്നിട്ട് ആ കുട്ടിയുടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് കൃഷ്ണവാണി മൊത്തം വലിച്ചെടുത്തോന്ന് എനിക്കറിയില്ല. കണ്ണ് കണ്ടപ്പോൾ എനിക്ക് അതുപോലെയാണ് തോന്നിയത്, കണ്ണ് മൊത്തം അങ്ങോട്ട് വലിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ വീണ ജോർജ് എന്ന് പറയുന്ന വ്യക്തി എന്ത് പിടുങ്ങാനാണ് ഈ ആരോഗ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത്? എന്തിനാണെന്ന് വേണ്ടേ? എന്നിട്ട് ഈ സ്ത്രീ എന്താ പറഞ്ഞത്, ഇത് പഴയ കാലത്തെ കത്രികയാണ്, ഞാൻ വന്നിട്ട് ഇത്രയല്ലേ ആയുള്ളൂ. അതിൻ്റെ സാരം അത് തന്നെയാണ് അവർ പറഞ്ഞത്. ഞാനിരിക്കുമ്പോൾ അല്ലല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടർ എന്താ പറഞ്ഞത്, 50 കൊല്ലം വയറ്റിൽ കത്രിക വെച്ചാൽ ഒരു ചുക്കും ആകില്ല എന്ന്. എന്നാൽ ആ ഡോക്ടറിൻ്റെ വയറ്റിൽ കുത്തിക്കയറ്റായിരുന്നില്ല കത്രിക, എന്നിട്ട് 50 കൊല്ലം നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ തന്നെ ഉണ്ടാവുക, തുരുമ്പടിക്കുക എന്നുള്ളത്, അതൊക്കെയാണല്ലോ ചെയ്യേണ്ടത്. ഈ ഭരണം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭരണമായിരിക്കുകയാണ്. അതും പോരാത്തത് ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണത്, എനിക്കൊരു പാർട്ടിയില്ല കേട്ടോ, ഞാൻ കാര്യങ്ങൾ പറയണത്. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടുന്യായം, അതായത് മുട്ടുന്യായങ്ങൾ പറഞ്ഞിട്ട് ഇവർ കാര്യങ്ങൾ ഓട്ടയടയ്ക്കണം. അതായത് ഉപായം പറഞ്ഞിട്ട് ഓട്ടയടയ്ക്കാന്ന് പറയില്ലേ, അതാണ് ഇവരുടെ സ്വഭാവം. ഇവർ പിന്നെ മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല സത്യത്തിൽ. പക്ഷെ ആരൊക്കെയോ പൊള്ളക്കുരലിൽ പിടിച്ച് തള്ളിയെന്നും അതാണ് ഇതാണ് പറഞ്ഞിട്ട് വല്ല ചക്ക വെട്ടിയിട്ട പോലെ വന്നിട്ട് ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് ചെയ്തു. ഇവരൊക്കെ പറയണ്ടല്ലോ ഗവൺമെൻറ് ആശുപത്രി നല്ലതാണ്, ഗവൺമെൻറ് ആശുപത്രി നല്ലതാണ്. മന്ത്രിമാർക്കൊരു തലവേദന വരുമ്പോഴേക്കും അമേരിക്ക, ലണ്ടൻ, സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ. പൊക്കൂടെ? ഈ ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട ആൾക്കാരിൻ്റെ കാശ് എടുത്തിട്ടാണ് അവരൊക്കെ അവിടേക്ക് പോണത് ചികിത്സിക്കാനായിട്ട്, മനസ്സിലാവുന്ന. അപ്പോൾ പാവങ്ങൾക്ക് ഇവിടെ വല്ല അസുഖം വന്നിട്ടുണ്ടെങ്കിൽ, ചികിത്സിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മരുന്നില്ല അതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിലേക്ക് മടക്കി അയച്ചിട്ട് കുറിപ്പ് ഇങ്ങോട്ട് ഇങ്ങനെ എഴുതി തരും. പാവപ്പെട്ട ആൾക്കാരാണല്ലോ ഈ ഹോസ്പിറ്റലിലേക്ക് പോകണം, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക്. പണക്കാരികൾ പോവില്ലല്ലോ ഒരിക്കലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക്, പാവപ്പെട്ടവരാണല്ലോ പോണത്. അപ്പോൾ പാവപ്പെട്ട ആൾക്കാരുടെ നെഞ്ചത്ത് കുതിര കയറാൻ മാത്രമേ മന്ത്രിമാർക്കും എല്ലാവർക്കും പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറയണമെങ്കിൽ, ഈ പാവപ്പെട്ടവർ വോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ മന്ത്രിമാരൊക്കെ ഓരോ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? അല്ലാണ്ട് അവരുടെ അച്ഛനും അമ്മൻ്റെയും കെട്ടിയവൻ്റെയും മക്കളുണ്ടെങ്കിൽ ഇവരൊന്നും മന്ത്രിമാരാവില്ലല്ലോ. മണ്ടയിൽ മൂളയോടെ കൂടിയിട്ട് ചിന്തിക്കും ഞങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങളൊക്കെ മന്ത്രിയുള്ളൂ എന്ന്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു പുല്ലാണ്, വെറും പുല്ല്. ഞങ്ങളെ പോലെ സാധാരണക്കാർ മനുഷ്യന്മാരാണ്, മനസ്സിലായില്ലേ? പാവപ്പെട്ട ആൾക്കാരിന് അങ്ങനെ ഇടയിടണ്ട. പാവപ്പെട്ട ആൾക്കാരൊക്കെ ഒന്നായിട്ട് കൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രിമാരൊന്നും ഇല്ലടോ ഈ നാട്ടിൽ, മനസ്സിലായിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ഒന്നായിട്ട് കൂടിയിട്ടുണ്ടെങ്കിലേ ഈ മന്ത്രിമാരൊന്നും ഇല്ല, വോട്ട് ചെയ്യില്ല എന്ന് ഞങ്ങളൊക്കെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? അപ്പോൾ ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ. ഓക്കെ, ബൈ.